അതിൻ നിറങ്ങൾ മായുകയില്ല കട്ടായം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആ ഫോർ അടിച്ചിട്ട് കളി വിജയിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ദൃശ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആര്? രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നലെ ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരം, ആ ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിലെ സഞ്ജുവിൻ്റെ ദിനമായിരുന്നു ഇന്നലെ. ഓപ്പണിംഗ് ബാറ്റിംഗ് അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണിംഗ് ഇറങ്ങിയ സഞ്ജു അല്ലേ, 50 ബോളുകൾ നേരിട്ട് 97 റണ്ണ് നോട്ട് ഔട്ട്. ഒരു ഫോർ കൂടി അടിക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ അത് 3 അക്കം കടന്നേനെ, സെഞ്ചുറിയിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ സെഞ്ചുറിയിലേക്ക് എത്തിയില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വളരെ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതല്ലേ ഇന്നലെ നടന്നത്. വരുന്നവരൊക്കെ വലിയ കൂറ്റൻ അടികൾക്ക് പരിശ്രമിച്ചിട്ട്, ഇപ്പോൾ അഭിഷേക് ശർമ്മ എനിക്ക് തോന്നുന്നു 11 ബോളിൽ 10 റണ്ണാണ് അല്ലേ. ഇഷാൻ കിഷൻ 6 ബോളിൽ 10 റണ്ണാണ്. സൂര്യകുമാർ യാദവ് 16 ബോളിൽ 18 റണ്ണാണ്. അതുപോലെ തിലക് വർമ്മയാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ടത്, 15 ബോളിൽ 27. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാർദിക് പാണ്ഡ്യ ആണെങ്കിൽ 14 ബോളിൽ 17. അങ്ങനെ വളരെ കൃത്യമായ ഇടവേളകളിൽ വെസ്റ്റ് ഇൻഡീസിന് അനുകൂലമായി വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു. അവിടെയാണ് സഞ്ജു വളരെ മെച്ചുവേർഡായിട്ടുള്ള, വളരെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കളി പുറത്തിറക്കിയെടുത്തത്. മെച്ചുവേർഡായിട്ടുള്ള കളി എന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് തോന്നുന്നു ആ 50 അടിച്ചതിന് ശേഷം സഞ്ജുവിൻ്റെ ഓൾമോസ്റ്റ് ഷോട്ടുകളും പിറന്നിരിക്കുന്നത് ഓൺ ദ ഗ്രൗണ്ടാണ്. ബൗണ്ടറികൾ പോയിട്ടുണ്ട്, പക്ഷേ ഓൾമോസ്റ്റ് ഷോട്ടുകളും പായത് ഓൺ ദ ഗ്രൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ വലിയ പുൾ ഷോട്ടുകൾക്കോ മറ്റൊന്നിനും ശ്രമിക്കാതെ വളരെ കൃത്യമായിട്ട് വിക്കറ്റുകൾ ഒരു ഭാഗത്ത്. അത് തന്നെയാണ് സഞ്ജു ഇന്നലെ മാച്ച് കഴിഞ്ഞിട്ട് പാർത്ഥിവ് പട്ടേലുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. കാരണം വളരെ കൃത്യമായി വിക്കറ്റുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു റിസ്കി ഷോട്ടുകൾക്ക് മുതിരാതിരുന്നതെന്ന്. അപ്പോൾ ഇന്നലെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വായിക്കാനുണ്ടായ കാരണം ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, വി ഡി സതീശൻ, ശശി തരൂര്, അങ്ങനെ ഒരുപാട് ആളുകൾ സഞ്ജുവിൻ്റെ ഇന്നിങ്സിൽ വലിയ വലിയ ആശംസകളുമായിട്ട്, മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട്. അതിൽ ബേസിൽ ജോസഫിൻ്റെ ഒരു കുറിപ്പ് വളരെ വളരെ എൻ്റെ ചെക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഇമോഷണൽ മെസ്സേജും ബേസിൽ ജോസഫ് നൽകുന്നത് കണ്ടു. അപ്പോൾ സഞ്ജുവിൻ്റെ ഇന്നിങ്സിൽ ഇന്നലെ ഓപ്പണിംഗ് അഭിഷേക് ശർമ്മക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ ഇറങ്ങിയ സഞ്ജു 50 ബോളുകൾ നേരിട്ട് 97 റൺസ് എടുത്തു. അതിൽ തന്നെ 12 ഫോറുകൾ, 4 സിക്സറുകൾ, 194 സ്ട്രൈക്ക് റേറ്റ്. ഇന്നലെ ഇതിൽ ഈ 194ൽ കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് ശിവൻ ദൂബെയാണ്. പക്ഷേ ശിവൻ ദൂബ ആകെ ഫേസ് ചെയ്തിരിക്കുന്ന ബോളുകൾ എന്ന് പറയുന്നത് വെറും 4 ബോളാണ്. 4 ബോളിൽ 8 റൺ എടുത്ത് ശിവൻ ദൂബെയാണ് 200 സ്ട്രൈക്ക് റേറ്റുമായി നിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും, അഭിഷേക് ശർമ്മ 90 ഇഷാൻ കിഷൻ 166 ആണ്, സൂര്യകുമാർ യാദവ് 112 ആണ്, തിലക് വർമ്മ 180 ഉണ്ട്, ഹാർദിക് പാണ്ഡ്യ 121 ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അയാൾ എപ്പോഴും ഇന്നലെ സഞ്ജു വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നലെ പാർത്ഥിവ് പട്ടേലുമായിട്ട് സഞ്ജു സാംസൺ നടത്തിയ അഭിമുഖത്തിൽ സഞ്ജു കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഇവന് ഒരു അവസരം കിട്ടിയിട്ട് എന്താ അതവൻ യൂട്ടിലൈസ് ചെയ്യാതെ എന്തിനായി കൂറ്റൻ അടികൾക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി സഞ്ജു നൽകിയിട്ടുണ്ട്. അപ്പോൾ സഞ്ജു പറഞ്ഞത്, നമ്മളിപ്പോൾ ഇന്നിങ്സ് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂറ്റൻ അടികൾക്ക് അത്യാവശ്യമായിട്ട് വലിയ ഒരു സ്കോറ് ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്ന്. പക്ഷേ ഇന്നലെ ചേസിങ് ആയിരുന്നു. അപ്പോൾ ചേസിങ് ആയതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി റണ്ണ് ചേസ് ചെയ്യുകയും വേണം, അതോടൊപ്പം വിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, വിക്കറ്റ് കാത്തു സൂക്ഷിക്കുകയും വേണം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിതിൻ്റെ ഈ കളിയുടെ നിയമവശങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കോ മറ്റൊന്നും പറയാനല്ല വന്നത്. നമുക്ക് ഇന്നലെ ഒരു വല്ലാത്ത അഭിമാനം. അപ്പോൾ സാധാരണഗതിയിൽ ഇന്ത്യയുടെ കളി കാണുമ്പോൾ സഞ്ജു ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയാൽ ബാറ്റ് ചെയ്ത് സഞ്ജു ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ നിരാശയാണ്
അല്ലേ? നിരാശ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി കെയർഫുൾ ആവാമായിരുന്നു, ഒന്നുകൂടി പതുക്കെ കളിച്ചാൽ മതിയായിരുന്നു, ഒന്നുകൂടി സ്റ്റാൻഡ് ആയതിനു ശേഷം മതിയായിരുന്നു, ഇങ്ങനെ ബിഗ് ഹിറ്റുകൾക്ക് ട്രൈ ചെയ്യേണ്ടതില്ലായിരുന്നു, ഔട്ടാവേണ്ടതില്ലായിരുന്നു എന്നൊക്കെയുള്ള പല രീതിയിലുള്ള നിരാശകളാണ് നമ്മുടെ മനസ്സിൽ, അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ അയാൾ പെട്ടെന്ന് ഔട്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇന്നലെ എല്ലാത്തിനുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കളി പുറത്തെടുത്ത് വളരെ കൃത്യമായ ഷോട്ടുകൾ, വളരെ 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 റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇന്നിങ്സ് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. ഈ പാർത്ഥിവ് പട്ടേലുമായിട്ട് മാച്ച് കഴിഞ്ഞതിന് ശേഷം നടത്തിയ അഭിമുഖത്തിൽ സഞ്ജു പറയുന്നുണ്ട്, റൺ ചേസിങ് ആയതുകൊണ്ട് തന്നെ ചേസ് ചെയ്യണം, അതോടൊപ്പം തന്നെ ഒരറ്റത്ത് വളരെ ഇങ്ങനെ ഒരു ഫ്ലോ പോലെ വിക്കറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? എല്ലാവരും ഇന്നലെ വന്നവരൊക്കെ 8, 10, 12, 14, 15 ഒക്കെ ബോളുകളാണ് ക്രീസിൽ നിൽക്കുന്നത്. അതിനിടയിൽ വളരെ ഒരു ഇൻ്റർവെല്ലിനിടയിൽ കൃത്യമായിട്ട് വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജുവിൻ്റെ മേലിൽ ഇന്നലെ വലിയ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തം അയാൾ നിറവേറ്റി വലിയ ഒരു ഇന്നിങ്സ് പടുത്തുയർത്തി അയാൾ ടീം ഇന്ത്യയെ എവിടേക്ക് എത്തിച്ചു? സെമിയിലേക്ക് എത്തിച്ചു, നോക്കൗട്ടിൽ നിന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു വലിയ ടീം സെലക്ഷനിൽ, പ്ലേയിങ് 11-ൽ പോലും രാഷ്ട്രീയം കലർത്തി അജണ്ടകൾ തീരുമാനിച്ച് പ്രപ്പഗണ്ടകൾ, സിനിമകൾ ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്ലേയിങ് 11-ൽ ആര് കളിക്കണം എന്നുള്ളതിൽ പോലും പ്രപ്പഗണ്ടകളും അജണ്ടകളുമാണ്. മനസ്സിലായില്ലേ? വളരെ കൃത്യമാണ്. ഇതൊന്നും ആരും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവമാണ്. ഒരു ദേശീയ ടീമിൽ ആരൊക്കെ ഉൾപ്പെടണം എന്നുള്ളതിൽ പോലും അജണ്ടകളാണ്. വളരെ കൃത്യമായി അജണ്ടകൾ നിർണയിച്ചു കൊണ്ടുള്ള കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ ഇന്ത്യൻ താരങ്ങൾ, ഈ അശ്വിൻ, അതുപോലെ ബദ്രിനാഥ്, അതുപോലെ ശ്രീകാന്ത് ഒക്കെ പോലെയുള്ള മുൻ ഇന്ത്യൻ താരങ്ങൾ വളരെ കൃത്യമായി അവർ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇത് നമുക്കെല്ലാവർക്കും മനസ്സിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും സഞ്ജുവിൻ്റെ ഒരു വലിയ ഇന്നിങ്സിനെ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലേ? സോഷ്യൽ മീഡിയകളിൽ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്ക്. വലിയ ചോദ്യങ്ങൾ, ഇവൻ സൂര്യകുമാർ യാദവിനോട് പോലും വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അഭിഷേക് की जगह पे नहीं तो तिलक की जगह पे मैं खिलाएगा എന്നിട്ട് പറഞ്ഞ് ഇളിച്ച ആ സൂര്യകുമാറിനോട്, രണ്ടുപേരുടെയും മാത്രമല്ല, എന്തിന് സൂര്യൻ്റെ ആ പറയുന്ന സൂര്യകുമാറിൻ്റെ ജഗാപ്പെ, മനസ്സിലായില്ലേ? സൂര്യൻ്റെ ജഗയിൽ പോലും, സ്ഥാനത്ത് പോലും സഞ്ജുവിനെ മത്സരിപ്പിക്കുക. സൂര്യനൊക്കെ എടുത്ത് പുറത്തിടണം, മനസ്സിലായില്ലേ? ഇതൊന്നും കഴിയാത്ത ആളെന്നല്ല, എല്ലാ കഴിവും എല്ലാ എബിലിറ്റിയുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായ അജണ്ടകൾ, നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു രാജ്യത്തിൻ്റെ ടീം സെലക്ഷനിൽ പോലും കൃത്യമായ അജണ്ടകൾ നിർണയിച്ചു കൊണ്ടുള്ള ഏർപ്പാടുകൾ, മനസ്സിലായില്ലേ? സഞ്ജുവിന് പലപ്പോഴും പ്ലേയിങ് 11-ൽ സ്ഥാനം നഷ്ടമാകുന്നത് പോലും ഈ അജണ്ടകളുടെയൊക്കെ ഭാഗമാണ്. പലരും കളിക്കുന്നതും അജണ്ടകളുടെ ഭാഗമാണ്. അതല്ലാതെ പലരും ഫോം മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. പലരും കളിക്കുന്നതും ഈ അജണ്ടകളുടെ ഭാഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും വലിയ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നത്, നമുക്കെല്ലാവർക്കും വലിയ അഭിമാനം തോന്നുന്നത്. കാരണം ഇത്തരം അജണ്ടകളിൽ മാറ്റി നിർത്തപ്പെട്ടപ്പോഴും, അല്ലേ, അതൊന്നും കണ്ടില്ലെന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞു തന്നെ പോകണം. അജണ്ടകൾ, സംഘ് പരിവാർ അജണ്ടകൾ നിർണയിച്ചു കൊണ്ട് സഞ്ജു സാംസൺ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഒരു മലയാളി ആയതുകൊണ്ട്, കാരണം ബോധ്യമാണത്, മലയാളിയാണ്, ചാണകം തിന്നാനും മൂത്രം കുടിക്കാനും കിട്ടൂല എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് അയാളെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത്. കാരണം മലയാളി ആയതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രബുദ്ധത എന്നൊന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ എപ്പോഴും ഒരു പടി മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എന്തായാലും കളി വളരെ ഉഷാറായി. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും വലിയ ഒരു പിന്തുണ സഞ്ജു സാംസൺ നൽകുന്നത്, അല്ലേ? സാധാരണക്കാരും പ്രശസ്തരായിട്ടുള്ളവരും സെലിബ്രിറ്റികളായിട്ടുള്ളവരും ഒക്കെ വലിയ പിന്തുണയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് ഞാൻ നിങ്ങളോട് ആദ്യം വായിച്ചു. അതുപോലെ ഷാഫി പറമ്പിലുണ്ട്, മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, ശശി തരൂരുണ്ട്, വി ഡി സതീശനുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു പിന്തുണ? ഇതിപ്പോൾ സാധാരണക്കാർ, പേരെടുത്ത് പറയാൻ പറ്റാത്ത അത്രയും സാധാരണക്കാരായ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ സഞ്ജു സാംസൺ നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു പിന്തുണ നൽകുന്നത്? പിന്തുണ നമ്മൾ നൽകുന്നതിനുള്ള കാരണം മറ്റൊന്നുമല്ല, അത് അയാൾ അന്യായമായി മാറ്റി നിർത്തപ്പെട്ടു, അയാൾ തഴയപ്പെട്ടു എന്ന് നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്. അങ്ങനെ വിശ്വാസം തഴയപ്പെട്ട ഒരു വ്യക്തി അവൻ്റെ തോളിലേറി ഇന്ത്യൻ ടീം ഇങ്ങനെ വലിയൊരു യാത്രയിലേക്ക് കുതിച്ചു ചാടുമ്പോൾ അത് നമുക്ക് വലിയ ആഘോഷം തന്നെയാണ്, അല്ലേ?